നമ്മൾ ലേസർ എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ. ലേസറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലേസർ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കും, കൊഹിയറൻ്റ് ആയിരിക്കും, ഹൈ ഇൻറ്റൻസ് ആയിരിക്കും, കോളിമേറ്റഡ് ആയിരിക്കും. അതാണ് ലേസറിൻ്റെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂബി ലേസറിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, എനർജി ലെവൽ ഡയഗ്രാം, 3 ലെവൽ ഡയഗ്രമാണ് റൂബി ലേസറിനുള്ളത്. അതിൻ്റെ അപ്ലിക്കേഷൻസ്, ഡ്രോബാക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ലേസേഴ്സാണ്. അപ്പോൾ റൂബി ലേസർ എന്ന് പറയുന്ന ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസറാണ്. നമ്മൾ ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ലേസറാണ്. അപ്പോൾ എ ഹീലിയം നിയോൺ ലേസർ, യൂഷ്വലി കോൾഡ് HENE laser, is a type of small gas laser. Helium neon lasers have many industrial and scientific uses and are often used in laboratory demonstration of optics. Helium neon laser compactable ആയിട്ടുള്ള സ്മാൾ സൈസ് ഗ്യാസ് ലേസർ ആണ്. അത് ഇൻഡസ്ട്രിയൽ ആൻഡ് സയൻറ്റിഫിക് യൂസേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. Helium neon laser is an atomic laser which employs a 4-level pumping scheme. അപ്പോൾ നമ്മൾ റൂബി ലേസർ പഠിച്ചു അതൊരു 3-level സിസ്റ്റമാണ്. എന്നാൽ ഹീലിയം നിയോൺ ലേസർ എന്ന് പറയുന്നത് ഒരു 4-level സിസ്റ്റമാണ്. The active medium is a mixture of 10 parts of helium to 1 part of neon. റൂബി ലേസറിൽ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് റൂബി അല്ലേ ആണ്. ഇവിടെ ഹീലിയവും ഉണ്ട്, നിയോണും ഉണ്ട്. 10:1 റേഷ്യോയിലാണ് ഹീലിയം ആൻഡ് നിയോൺ. നിയോൺ ആറ്റംസ് ആർ centers and have energy levels suitable for laser transitions, while helium atoms help efficient excitation of neon atoms. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ലേസിംഗ് ആക്ഷൻ ഉണ്ടാക്കുന്നത് നിയോൺ ആറ്റംസ് ആണ്. പിന്നെ എന്തിനാണ് ഈ ഹീലിയം ആറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹീലിയം ആറ്റംസ് ആണ് ഈ നിയോൺ ആറ്റത്തിനെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഈ ഹീലിയം ആറ്റംസ് ആണ്. അപ്പോൾ ഹീലിയം ആറ്റം നിയോൺ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്യുന്നു. അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോഴാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേസിംഗ് ആക്ഷൻ ഉണ്ടാവുന്നത്. ഇനി ദ മോസ്റ്റ് കോമൺ വേവ് ലെങ്ത് ഓഫ് ഹീലിയം നിയോൺ ഈസ് 6328 ആങ്സ്ട്രോം, അതായത് 632.8 നാനോമീറ്റർ. These lasers produce powers in the range 0.5 to 50 milliwatts in the red portion of the visible spectrum. സാധാരണ ഇതൊരു റെഡ് കളറുള്ള ലേസർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. They have long operating life of the order of 50,000 hours. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ഗ്യാസ് ലേസേഴ്സിന് ഒരു ലോങ് ഓപ്പറേറ്റിംഗ് റെജിം ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്കീമാറ്റിക്, ഹീലിയം നിയോൺ ലേസറിൻ്റെ ഒരു സ്കീമാറ്റിക് സ്കെച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ട്യൂബാണ് അതിൽ ഹീലിയം നിയോൺ ഗ്യാസ് റിസർവോയർ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ആനോഡ്, കാഥോഡ്, പിന്നെ റിഫ്ലക്റ്റേഴ്സ്. ഇവിടെ ഒരു പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റ് ഉണ്ടാവും. ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർഷ്യലി റിഫ്ലക്റ്റർ ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് കൺസ്ട്രക്ഷൻ. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് ഡിസ്ചാർജ് ട്യൂബ് ഓഫ് അബൌട്ട് ടിപ്പിക്കലി 30 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 1.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അപ്പോൾ ഈ ഗ്ലാസ് ട്യൂബിന് ഏകദേശം 30 സെൻറ്റിമീറ്റർ, അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ സ്കെയിലിൻ്റെ നേരെ ഇരട്ടി അത്ര നീളം ഉണ്ടാവും. ഒരു 1.5 സെൻറ്റിമീറ്റർ ഡയ, ഒരു ചെറിയൊരു ട്യൂബാണ്, ഗ്ലാസ് ട്യൂബാണ് അതിൻ്റെ. This tube is filled with a mixture of helium neon gas in the 10:1 ratio. The electrodes are provided in the tube to produce a discharge in the gas. ഇവിടെ നമ്മൾ കാണും ഒരു ആനോഡും കാഥോഡും ഉണ്ട്. ഈ ആനോഡും കാഥോഡാണ് ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഒരു ഡിസ്ചാർജിലേക്ക് ഇതിനെ മാറ്റുന്നത്.
they are connected to a high voltage power supply. The electrodes high voltage power supply is connected. The tube is hermetically sealed with the glass windows oriented at Brewster angle to the tube. The cavity mirrors are arranged externally. ഇത് ഈ ബ്രൂസ്റ്റർ ആംഗിളിൽ വെക്കാൻ കാരണം ടോട്ടൽ ഇന്റേണൽ, അതായത് ഈ ഗ്ലാസ് ട്യൂബ് ആയതുകൊണ്ട് ഇതിലുണ്ടായ ലേസർ അപ്പൊ തന്നെ പുറത്തേക്ക് പോകും. അപ്പൊ നമ്മൾ ബ്രൂസ്റ്റർ ആംഗിളാണ് വെക്കുന്നതെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്ത് നിൽക്കും. Next is working. When the power is switched on, a high voltage of 10 kilovolt is applied across the gas. നമ്മൾ പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഗ്യാസിന് ചുറ്റും ഏകദേശം 10 kV, അത്രയും വലിയൊരു വോൾട്ടേജ് ആണ് നമ്മൾ ഈ ചെറിയ ഒരു ഗ്യാസ് ട്യൂബിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വോൾട്ടേജ് കൊടുത്താൽ ഇറ്റ് ഈസ് സഫീഷ്യൻറ്റ് ടു അയണൈസ് ദ ഗ്യാസ്. അപ്പോൾ ഹീലിയം ഉണ്ടാവും, നിയോൺ ഉണ്ടാവും. അത് അയണൈസ്ഡ് സ്റ്റേറ്റിലാവും. അയണൈസ്ഡ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്ഡ് സ്റ്റേറ്റ്. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് അതിൻ്റെ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയസിൽ അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ അയോൺസും ഇലക്ട്രോൺസും പുറത്തേക്ക് വരും. ദി ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് ഡിസ്ചാർജ് ആർ ആക്സിലറേറ്റഡ് ടുവേർഡ് ദി ആനോഡ് ആൻഡ് കാഥോഡ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇത് പോസിറ്റീവിലും നെഗറ്റീവിലും ചാർജ് ആയിട്ടാണ് ഇത് അയണൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ ആനോഡിന്റെയും കാഥോഡിന്റെയും പൊളാരിറ്റിക്ക് അനുസരിച്ച് ഈ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമുക്കറിയാം ഈ അയോൺസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ന്യൂക്ലിയസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് വളരെ വെയിറ്റ് കുറവാണ്. സോ ദി ഇലക്ട്രോൺസ് ഹാവ് എ സ്മാളർ മാസ്, ദേ അക്വയർ എ ഹയർ വെലോസിറ്റി. സ്മാളർ മാസ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും, ഹയർ വെലോസിറ്റി. They transfer their kinetic energy to helium atoms through inelastic collisions. അപ്പോൾ ഈ ഇലക്ട്രോൺസ് വന്ന് ഹീലിയം ആറ്റത്തിൽ ഇടിക്കും, ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് എക്സൈറ്റേഷൻ സ്റ്റേജിലേക്ക്, ഹീലിയം ആറ്റം എക്സൈറ്റേഷൻ സ്റ്റേജിലേക്ക് പോകും. ദ ഇനീഷ്യൽ എക്സൈറ്റേഷൻ ഇഫക്റ്റ് ഓൺലി ദ ഹീലിയം, ദ ഇനീഷ്യൽ എക്സൈറ്റേഷൻ എഫക്ട് ഓൺലി ദ ഹീലിയം ആറ്റംസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് വന്ന് ഇടിക്കുന്നുണ്ട് ഹീലിയം ആറ്റം എക്സൈറ്റേഷൻ സ്റ്റേറ്റിലെത്തും. ദേ ആർ ഇൻ ദി മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആൻഡ് കനോട്ട് റിട്ടേൺ ഇൻ ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ സ്പോണ്ടേനിയസ് എമിഷൻ. പക്ഷെ ഈ ഹീലിയം ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എമിഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹീലിയം ആറ്റത്തിൽ ഇലക്ട്രോൺസ് വന്ന് ഇടിച്ചു, അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലായി. അത് പക്ഷേ ഒരു ലേസിങ് ആക്ഷനിൽ പങ്കെടുക്കില്ല. പിന്നെ ആരാണ് ലേസിങ് ആക്ഷനിൽ പങ്കെടുക്കുക? ദ എക്സൈറ്റഡ് ഹീലിയം ആറ്റംസ് ക്യാൻ റിട്ടേൺ ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ ട്രാൻസ്ഫോമിംഗ് ദെയർ എനർജി ടു നിയോൺ ആറ്റംസ് ത്രൂ കൊളീഷൻ. ഈ ഹീലിയം ആറ്റത്തിന് കിട്ടിയ എനർജി അത് ലേസറായിട്ട് പുറത്തേക്ക് വിടുകയല്ല ചെയ്യുക, അത് നിയോണിലേക്ക് ഇടിച്ചിട്ട് ഹെഡ് ഓൺ കൊളീഷൻ നടന്നിട്ട് അത് നിയോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. യഥാർത്ഥത്തിൽ ലേസിങ് ആക്ഷൻ ഉണ്ടാക്കുന്നത് നിയോണാണ്, പക്ഷെ ഹീലിയം ആറ്റാണ് അതിനെ excited സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്. This transformation takes place when two colliding atoms have initial energy state. It is called a resonance transfer of energy. അപ്പോൾ ഇങ്ങനെ ഹീലിയം ആറ്റം നിയോൺ ആറ്റത്തിന് ഇടിക്കുമ്പോൾ ഹീലിയം ആറ്റം കുറച്ച് എനർജി നിയോണിന് കൊടുക്കും. അങ്ങനെ നിയോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആ പ്രോസസ്സിനാണ് നമ്മൾ റെസണന്റ് ട്രാൻസ്ഫർ ഓഫ് എനർജി എന്ന് പറയുന്നത്. So the pumping mechanism of helium neon laser is when the helium atom in the metastable state collide with the neon atom in the ground state. The neon atom is excited and the helium atom drops back to the ground state. അപ്പോൾ നമ്മൾ ഈ ഹീലിയം നിയോൺ ലേസർ പമ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹീലിയം ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഹീലിയം ആറ്റം ഡ്രോപ്പ് ഡൗൺ ചെയ്യും, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. പക്ഷെ ആ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഹീലിയം ആറ്റം നിയോൺ ആറ്റത്തിനെ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഹീലിയം ആറ്റത്തിന്റെ എനർജി ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും? നിയോൺ ആറ്റത്തിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ദ റോൾ ഓഫ് ഹീലിയം ആറ്റം ഈസ് ദസ് ടു എക്സൈറ്റ് നിയോൺ ആറ്റംസ് ആൻഡ് കോസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പോൾ നിയോൺ ആറ്റത്തിലെ പോപ്പുലേഷൻ ഇൻവേർഷൻ
അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൂടുതൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോൺസിന്റെ നമ്പർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൂട്ടുക എന്നുള്ളതിനാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുക. അത് നിയോണിന്റെ കേസിൽ കൂട്ടുക എന്നുള്ളതാണ് ഹീലിയത്തിന്റെ പർപ്പസ്. ദ പ്രോബബിലിറ്റി ഓഫ് എനർജി ട്രാൻസ്ഫർ ഫ്രം ഹീലിയം ആറ്റം ടു നിയോൺ ആറ്റം ഈസ് മോർ ആസ് ദർ ആർ 10 ആറ്റംസ് ഓഫ് ഹീലിയം പെർ 1 നിയോൺ ആറ്റം ഇൻ ദി ഗ്യാസ് മിക്സ്ചർ. അപ്പോൾ നമ്മുടെ ഹീലിയം ആറ്റം 10:1 ആണ് റേഷ്യോ എടുത്തതുകൊണ്ട് ഈ ആദ്യം ഈ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഹീലിയം ആറ്റത്തിൽ അയോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വന്നിട്ട് ഹീലിയം ആറ്റം എക്സൈറ്റ് ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് റാൻഡംലി മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഹീലിയം ആറ്റം കൂടുതലും നിയോൺ ആറ്റം കുറവാണ്, 10:1 റിലേഷൻ. അപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നിയോൺ ആറ്റത്തിൽ പലതവണ ഇടിക്കും. അങ്ങനെ നിയോൺ ആറ്റം ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോവുകയും അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ഹീലിയം നിയോൺ ലേസറിൽ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കുന്നത്.